ഹലോ നമസ്കാരം. വെൽക്കം ടു RRG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് RRG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ ബെൻസൺ ചേട്ടനാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ മുൻപിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കുവൈറ്റി ആൻഡ് ടർക്കിഷ് ഡിസൈൻസ് ആണ്. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ബെൻസൺ ചേട്ടനോട് ചോദിച്ചറിയാം. സോ ബെൻസൺ ചേട്ടൻ, ഇതാണ് കുവൈറ്റി ആൻഡ് ടർക്കിഷ് ഡിസൈൻസ് അല്ലേ? അപ്പൊ എന്താണ് ആക്ച്വലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് കുവൈറ്റി ടർക്കിഷ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൂടുതലും ഈ ബ്രൈഡൽ കളക്ഷൻസ് മാരേജ് ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്യുന്ന മോഡൽസ് ആണ്. അത് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസും ഉണ്ട്, ഹെവി വെയിറ്റ് കളക്ഷൻസും ഉണ്ട്. അതായത് ലൈറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 1 പവൻ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. പിന്നെ ഒരു 40 ഗ്രാം, 60 ഗ്രാം, 10 പവൻ, അങ്ങനെ പല പല മോഡൽസ് വരുന്നുണ്ട്. കൂടുതലും മാരേജിന് ഇപ്പോൾ ലേറ്റസ്റ്റ് പ്രൊവിഷൻ കൊടുക്കുന്നത് ഈ മോഡൽസ് ആണ്. ഇതിലെ പല പല മോഡലുകളാണ് കൂടുതലായിട്ട് വരുന്നത്. ഇത് സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാം, പിന്നെ നമുക്ക് സെറ്റായിട്ട് യൂസ് ചെയ്യാം, ലോങ് മാത്രം ഇടണമെങ്കിൽ ഇടാം. അങ്ങനെ പല പല മോഡൽസ് ഉണ്ട്. ഏതൊരു ഔട്ട്ഫിറ്റിന്റെയും കൂടി മാച്ച് ആയി പോകുന്ന. അതെ അതെ, ഏത് ഡ്രസ്സിനും മാച്ച് ആണ്, അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ ഓർണമെന്റ്സിൽ ഒന്നും കല്ലുകളില്ല, സ്റ്റോൺസ് ഒന്നും തന്നെ ഇല്ല, ഫുൾ ഗോൾഡിൽ തന്നെയാണ്. പക്ഷെ ഭയങ്കര ഷൈനിയാണ്. അതായത് ഈ ഷൈനി വരാൻ കാരണം ഗോൾഡ് മറ്റേ സ്റ്റോണിന് പകരം കളർ ചെയ്തിരിക്കുകയാണ്. റോഡിയം കോട്ടിംഗ് എന്നൊക്കെ പറയും. അങ്ങനെ കളർ ചെയ്ത് വന്നിരിക്കുന്ന ഓർണമെന്റ്സ് ആണ് ഈ ടർക്കിഷ് മോഡൽസ്. അതെ, റോസ് ഗോൾഡ് മിക്സിംഗ് ആണ്. യെല്ലോ ഗോൾഡ്, റോസ് ഗോൾഡ് മിക്സിംഗ് ആണ്. പിന്നെ ഇത് വൈറ്റ് ഗോൾഡ് പോലെ കളർ വരുന്നുണ്ട്. അത് റോഡിയം കളർ പോളിഷ് ചെയ്തിരിക്കുന്നതാണ്. അത് നമുക്ക് ഈ കല്യാണങ്ങൾക്ക്, ഇപ്പൊ കൂടുതലും ക്രിസ്ത്യൻ കല്യാണങ്ങൾക്ക് ഗൗൺ യൂസ് ചെയ്യുമ്പോൾ മാച്ച് ആയി പോകുന്ന മോഡൽസ് ആണ്. അപ്പൊ ഇതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്ന കളക്ഷൻസ് അല്ല. അപ്പൊ കൂടുതലും ആൾക്കാർ ഇപ്പൊ ഇങ്ങനത്തെ ജ്വല്ലറീസ് ആണോ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്? ഇപ്പൊ കൂടുതൽ ഇങ്ങനത്തെ മോഡൽസ് ആണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. മാരേജ് ഫംഗ്ഷൻ ആണെങ്കിലും എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും തന്നെ ഇത് ഏത് ഡ്രസ്സിനും മാച്ചിങ് ആണ്. അതുകൊണ്ട് തന്നെ ഇതാണ് ഇപ്പൊ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്ന മോഡൽസ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മാരേജും, മീൻസ് ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിംസ്, അങ്ങനെ ഏതായിട്ടോ ഏത് മാരേജിനും കൂടുതൽ യൂസിങ് ആവുന്ന ഇതാണ്. ആദ്യം വരുന്നത് നമുക്ക് നോർമൽ ഗോൾഡിന്റെ മോഡൽസ് ആയിരുന്നു പോയിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോ ചെട്ടിനാട് കളക്ഷൻസ് ആയി, ആന്റിക് ആയി, നഗാസ് ആയി. ഇപ്പൊ കൂടുതൽ പോകുന്നത് ഈ മോഡൽസ് ആണ്. ഇതാണ് കൂടുതൽ ഇപ്പൊ എല്ലാവരും സെലക്ട് ചെയ്യുന്നത്. സിമ്പിൾ ആണ്. പിന്നെ ഇത് വെഡിങ്ങിനും വേണ്ടി മാത്രമാണോ? അല്ലല്ല, വെഡിങ്ങിന് മാത്രമല്ല, നമുക്ക് ഇത് ഏത് ഫംഗ്ഷനും യൂസ് ചെയ്യാൻ പറ്റുന്ന പിന്നെന്താ ചെയ്യാലോ. നല്ല മോഡലുകളാണ് ഇപ്പൊ ലേറ്റസ്റ്റ് മൂവിംഗ് ഉള്ളത്. ഈ മോഡലാണ് പോകുന്നിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഒരു സെറ്റ് ആണോ? അല്ലല്ല, ഇത് പല പല വ്യത്യാസമുണ്ട് വെയിറ്റുകൾ. നമുക്ക് സെറ്റ് ആക്കണമെങ്കിൽ നമുക്ക് സെറ്റ് ആക്കി തരും. നമുക്ക് എത്ര വെയിറ്റ് ആണോ വേണ്ടത്. ഇപ്പൊ നമ്മൾ പറയില്ല, ഒരു മാരേജിന് 10 പവൻ അല്ലെങ്കിൽ 20 പവൻ, 30 പവൻ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തം ഈ ഒരു സെറ്റ് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇപ്പൊ 10 പവൻ പറഞ്ഞാൽ 10 പവനിൽ ചെയ്ത് കൊടുക്കും, 20 പവൻ പറഞ്ഞാൽ 20 പവനിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറീസ് ആണ്. ലൈറ്റ് വെയിറ്റും ഉണ്ട്. ഇപ്പോ ഷോർട്ട് ഈ മോഡൽസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആണ് വരുന്നത്. നമുക്ക് ഇതിലേക്ക് ലോങ്ങിലേക്ക് വരുമ്പോൾ വെയിറ്റ് ഉള്ളതായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഫംഗ്ഷൻ വെയർ ആണ്. അതായത് ഡെയിലി യൂസിങ് നമ്മൾ ചെയ്യാൻ പറ്റില്ല, ഫംഗ്ഷൻ യൂസ് ആണ്. അപ്പൊ ഇതിന്റെ ഒക്കെ വെയിറ്റ് ഒക്കെ എത്രയാ വരുന്നത്? വെയിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് 1 പവൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 8 ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇതാണ് നമ്മുടെ മോഡൽസ് വരുന്നത്. സ്റ്റാർട്ടിംഗ് വെയിറ്റ് വരുന്നത് 8 ഗ്രാം തൊട്ടാണ് ഇതിന് സ്റ്റാർട്ടിങ് വരുന്നത്. 8 ഗ്രാം ഉണ്ട്, 10 ഗ്രാം ഉണ്ട്, 12, 16, 20 അങ്ങനെ പല മോഡൽസ് ഉണ്ട്. ഇതിന്റെ നീളം വീതിക്ക് അനുസരിച്ചാണ് അതിന്റെ വെയിറ്റ് വരുന്നത്. വീതി കൂടുമ്പോൾ ഇതിനനുസരിച്ച് വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഇത് നമുക്ക് ഫസ്റ്റിലേക്ക് യൂസ് ചെയ്യാം, സെക്കൻഡിലേക്ക് വെക്കണമെങ്കിൽ വെക്കുകയാണ്. റോസ് ഗോൾഡും യെല്ലോ ഗോൾഡും ഉണ്ട്, വൈറ്റ് ഗോൾഡിന്റെ ചേട്ടൻ പറഞ്ഞിരുന്നുള്ളത് ദുബായ് ബേസ്ഡ് അതുപോലെ ടർക്കിഷ് ബേസ്ഡ് ജ്വല്ലറീസ് ആണ്. അപ്പൊ ഇതിന്റെ പണിക്കൂലിയൊക്കെ എങ്ങനെ, കൂടുതലാണോ? ഇത് പണിക്കൂലി കൂടുതലൊന്നും ഇല്ല. ഇത് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പണിക്കാശ് തന്നെ ഇവിടെ നിൽക്കുന്നത്. ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് മൂവിങ് ഈ മോഡൽ ആയതുകൊണ്ട് ഇപ്പൊ ആവശ്യക്കാർ കൂടുതൽ ഇപ്പൊ ഇതിനാണ് ടർക്കിഷ് അല്ലെങ്കിൽ കുവൈറ്റ് ചോദിച്ചിട്ടാണ് ആൾക്കാർ വരുന്നത്. ഇത് ഫസ്റ്റ് ഇത് നമുക്ക് ഫസ്റ്റ് മാലയായിട്ട് യൂസ് ചെയ്യാം. ചോക്കർ ടൈപ്പ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. അപ്പൊ നമുക്കിത് വേണമെങ്കിൽ വെഡിങ് സെറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമുക്കിത് ഇങ്ങനെ ലെയർ ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവും. പിന്നെന്താ ചെയ്യാലോ, നമുക്ക് ഇതില് ലാസ്റ്റിലേക്ക് വരുന്ന മാലയാണ് ഇത് വരുന്നത്. നെറ്റ് ലാസ്റ്റിലേക്ക് ജസ്റ്റ് വെച്ച് നോക്കിയോളൂ, നെറ്റ് ലാസ്റ്റിലേക്ക് വരുന്ന മോഡൽസ് ആണ്. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് സെറ്റുകൾ ആക്കാം. ലെയർ സെറ്റുകളാക്കാം. അതിനനുസരിച്ച് നമ്മൾ ഇത് ആഡ് ചെയ്തു. അതെ, നമുക്ക് ഇതിന്റെ ബാക്കിൽ ത്രെഡ് വരും. ചെയിൻ ഇടുന്നെങ്കിൽ ചെയിൻ ഇടാം, അല്ലാതെ ത്രെഡ് യൂസ് ചെയ്യാം. ത്രെഡ് ആകുമ്പോൾ നമുക്ക് ലോങ് ഷോർട്ട് ഒക്കെ ആക്കാൻ ചെയ്യാം. അപ്പൊ ഇത് കാണുമ്പോൾ കുറച്ച് വെയിറ്റ് തോന്നിപ്പിക്കുമെങ്കിലും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓർണമെന്റ്സ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ അഡ്വാൻസ് ബുക്കിംഗ് ഓപ്ഷൻ വരുന്നുണ്ടോ? ഇവിടെ അഡ്വാൻസ് ബുക്കിംഗ് ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് ഓപ്ഷൻസ് വരുമ്പോൾ നമുക്ക് ഗോൾഡ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ റേറ്റിൽ എടുക്കാനും, ഗോൾഡ് റേറ്റ് കൂടി കഴിഞ്ഞാൽ ബുക്ക് ചെയ്യുമ്പോൾ റേറ്റിന് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പൊ RRG ഗോൾഡിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥ ഉൽപ്പന്ന വിലയിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും. അതായത് ഹോൾസെയിൽ വിലയേക്കാളും കുറഞ്ഞ റേറ്റിന് നമുക്ക് ഇവിടെ ആഭരണങ്ങൾ ലഭിക്കും. അപ്പോൾ RRG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ പിൻവശം, അതായത് മാർത്തോമ ഹൈസ്കൂളിന്റെ മുൻവശത്താണ് ഈ ഒരു ജ്വല്ലറി വരുന്നത്.
ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്. താങ്ക് യു.